പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ
വിറ്റുമാറാതിരിക്കുന്നവരും അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവരെ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതുവരെ പിടികിട്ടാത്തവരെ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആധ്യാത്മിക അഭ്യാസത്തിലൂടെ പോവുകയാണ്. നമ്മൾ അന്വേഷിക്കുന്നത് വാഗ്ദാന പേടകത്തെ സമീപിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. ഇതിങ്ങനെ ചോദിക്കാൻ കാരണം എന്താ, എല്ലാ ആവശ്യവും ആവർത്തിക്കും. ഹെബ്രായർ 4:16 എന്താണ്? നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളുടെയും പൂർണ്ണതയായ യേശുക്രിസ്തുവിനെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ സമീപിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ 10 പോയിൻറ്റ്സാണ് ഈ പറയുന്നത്. ഇന്നലെ ഒരു പോയിൻറ്റ്സ് പറഞ്ഞു. എന്താണ്? വിശ്വാസം ദൈവത്തെ അന്വേഷിക്കലാണ് ഇന്നലെ പറഞ്ഞു. അന്വേഷിക്കുന്ന വഴികളാണ് നമ്മൾ സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പാരമ്പര്യ വിശ്വാസം നിർജീവവും സജീവ വിശ്വാസം പ്രവർത്തനങ്ങളിലൂടെയുള്ള നീതീകരണമാണെന്ന് നമ്മൾ യാക്കോബ് 2:17 പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോണത് രണ്ടാമത്തെ വാഗ്ദാന പേടകത്തെ സമീപിക്കുന്ന രണ്ടാമത്തെ പോയിൻ്റാണ്. ഇന്നലെ വിശ്വാസമാണ്, ഇന്നെന്താണ്? ഇന്ന് വിശുദ്ധിയാണ്. വിശുദ്ധി ഒരു യോഗ്യതയാണ് വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ. അപ്പോൾ ഉടമ്പടി കാലത്ത് നമ്മൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ പ്രത്യേക കാരണം അതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയ നിയമത്തിൽ വേറെ ഒരു സംഭവമാണ്. ഫിസിക്കലായിട്ട് ഹുസ്സ എന്ന് പറഞ്ഞൊരാൾ സഹോദരല്ലേ, അയാൾ വാഗ്ദാന പേടകത്തിന് വഹിച്ചിരുന്ന മൃഗങ്ങളെ ഇളകിയപ്പോൾ അയാൾ കയറി തൊട്ട് വാഗ്ദാന പേടകം വീഴാൻ പോണ തോന്നി ഉസ്സാ കയറി തൊട്ടപ്പോൾ അയാൾ അടിച്ചു തരുന്ന അയാൾ ചത്തുപോയി. അപ്പോൾ അന്ന് മുതൽ വാഗ്ദാന പേടകത്തെ പുരോഹിതന്മാർ പ്രാർത്ഥനാപൂർവമാണ്, പ്രത്യേക ഡ്രസ്സിട്ട് പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധിയോടെയാണ് വാഗ്ദാന പേടകത്തെ ചുവന്നുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ചെയ്യണത്. അപ്പം നമ്മളതെല്ലാം ആത്മീയമായിട്ടാണ് നമ്മളതിനെ, ആ വിഷയത്തെ ഫിസിക്കൽ എന്ന രീതിയിലുള്ള സ്പിരിച്വലായിട്ടാണ് നമ്മളതിനെ വാഗ്ദാന പേടകം സ്പർശിക്കുന്നത്. എങ്ങനെ സ്പർശിക്കുന്നത്? വിശുദ്ധി മൂലമാണ് സ്പർശിക്കുന്നത്. അതിൻ്റെ വചനമെന്ന് പറയണത് സങ്കീർത്തനം 24:3-4 എടുത്തേ. കർത്താവിന്റെ മലയിൽ ആര് കയറും? കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ. നിർമ്മലമായ ഹൃദയമുള്ളവൻ. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. കള്ളസത്യം, അതായത് നമ്മൾ പണ്ട് നേരത്തെ പാട്ടില്ല, നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ എന്നൊരു പാട്ടില്ലേ, ആരാണ് യോഗ്യൻ എന്നുള്ളത്. അപ്പം അത് ഈ സങ്കീർത്തനം എടുത്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിഷ്കളങ്കനായിരിക്കണം. പിന്നെ എന്തൊക്കെയാണ്? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ. നിർമ്മലമായ ഹൃദയം. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. മിഥ്യയുടെ മേൽ എന്ന് പറയുന്നതല്ലേ, ഈ നമ്മളെ ഐഹികമായിട്ടുള്ള ഈ വ്യാവഹാരിക ഭൗതിക ജീവിതമില്ലേ, അപ്പം അത് ചില ആൾക്കാർ അമിതമായ പ്രാധാന്യം കൊടുക്കും. പ്രാധാന്യം കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാളിയും എങ്ങനെ, കഴിഞ്ഞ ദിവസങ്ങളിലൊരു ബിഷപ്പ് പറഞ്ഞില്ലേ, മലയാളി മുടിഞ്ഞത് വലിയ വീട് വെച്ചാണെന്ന് പറഞ്ഞില്ലേ. വീട് വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മിഥ്യയുടെ മേൽ മനസ്സ് വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്തെ എന്താ കാര്യം വെച്ചാൽ, വലിയ വീടാണെങ്കിൽ മാത്രമേ താങ്കൾക്കൊരു വിലയുള്ളെന്ന് മലയാളി ഒരു മിഥ്യാധാരണയാക്കിയിരിക്കണം. കാര്യം അതിനു വേണ്ടി ലോൺ എടുത്ത് അതിൻ്റെ പലിശ പെരുകി പിന്നെ അടക്കാൻ വേണ്ടി രാജ്യം നാട് വിട്ട് അല്ലേ, പിന്നെ അവിടെയും കടമായി ഇവിടെയും കടമായി. അപ്പം മിഥ്യയുടെ മേൽ എനിക്ക് ഇപ്പോൾ ഇത്രയും നാളായിട്ട് മനസ്സിലെങ്ങനെയാണ്, നമ്മളിപ്പോൾ ചിലർ ദൈവത്തെ വിളിക്കണ പോലും അവരുടെ ഈ മിഥ്യാബോധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. വലിയ വലിയ ആഗ്രഹങ്ങളുമായിട്ടല്ലേ ചില ആൾക്കാർ ഉടമ്പടി എടുക്കണത്. അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകും
അപ്പോൾ ഞാനും ആദ്യകാലങ്ങളൊന്നും അവരവരും ഡിസ്കറേജ് ചെയ്യത്തില്ല. എന്നാലും ഞാൻ ഇങ്ങനെ കോഷൻസ് കൊടുക്കും. നിങ്ങൾ പറയുന്ന വഴികളിലേക്ക് കർത്താവ് ഉടമ്പടി കൊണ്ടുവരത്തില്ല, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞാനോട് എല്ലാ പ്രശ്നങ്ങളിലും സൂചിപ്പിക്കും. അപ്പോൾ അതേസമയം തന്നെ അതെ 10% 5% മോശമായിട്ട് ഉടമ്പടി എടുക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്തത് നെഗ്ലിജിബിളാണ്, കുറച്ച് കഴിയുമ്പോൾ അവർ ശരിയായിക്കൊള്ളും. പക്ഷേ ഞാനതല്ല പറയണത്, ഈ വിശുദ്ധി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് നല്ലവണ്ണം നമ്മൾ പഠിച്ച വിശുദ്ധിയുടെ ലക്ഷണങ്ങളെന്ന് പറയാനുണ്ടല്ലോ, ശരിക്കും 1 കൊരിന്ത്യസ് 13:1 മുതലുണ്ട്. എന്താ വെച്ചാൽ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെ വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ. അതാണ് നിങ്ങളത് വായിച്ചാൽ മതി. നീ ഉടമ്പടിക്കാലത്ത് പ്രത്യേകിച്ച് കാര്യം, ഉടമ്പടിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ കൈയും കാലും കെട്ടിയിട്ട് കർത്താവിൻ്റെ കൈകൾ ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവതിരുസന്നിധിയിൽ നിഷ്ക്രിയരായി ലോകത്തിൻ്റെ മുമ്പിൽ നിഷ്ക്രിയരാകുകയും ദൈവത്തിൻ്റെ മുമ്പിൽ സജീവരായും ചെയ്യുന്ന ഒരു കാലമാണ് ഉടമ്പടിക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമാണ് വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കളങ്കമില്ലാത്ത മനസ്സ്. ഇപ്പം നമ്മുടെ ഞാൻ ചില ആൾക്കാർ പറയും, നിങ്ങൾ ഉടമ്പടിയിൽ കളങ്കം ഉണ്ടാകരുതെന്ന് പറയും. വെച്ചാൽ ഞാൻ ഉടമ്പടിയിൽ ഇപ്പം നമ്മളൊരു സ്ഥലം മേടിക്കണമെന്ന് പറയുമ്പോഴും അപ്പം ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആഗ്രഹത്തിൻ്റെ കളങ്കം ഉണ്ടാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആരോടും പറയത്തില്ല. ഇന്നൊരു മേടിക്കണ ഈ സ്ഥലം വേറെ ആൾക്കാർ വാങ്ങിച്ചാൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യം ഉണ്ടാകത്തില്ലെങ്കിലും സ്ഥലം എടുത്തിടും ചില ആൾക്കാർ. എന്താ കാര്യം, ആ സ്ഥലം എടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാർ എടുക്കുകയും അവരതിലേക്ക് കൂടി റോഡിട്ട് അവരുടെ വീട്ടിൽ വണ്ടി കയറുകയും ചെയ്യുമ്പോൾ അവിടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാർ. അപ്പോൾ അതും ചില ആൾക്കാർ ഉടമ്പടി വെക്കും അങ്ങനെ സ്ഥലം. പക്ഷേ അതിൻ്റെ കളങ്കമുണ്ട്. എന്താ, മറ്റുള്ളവരെ വളർച്ചയെ മുരടിപ്പിക്കുക എന്നുള്ളൊരു കളങ്കമുണ്ട്. അപ്പോൾ അതാണ് ഭജനം പറയണത്, നിങ്ങൾ ഉടമ്പടിക്കാലത്ത് അല്ലാത്ത കാലത്ത് വിശുദ്ധിയോടെ വേണം നിങ്ങൾ വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ. അപ്പം നിയോഗങ്ങളിൽ കളങ്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിയോഗങ്ങളിൽ കളങ്കം ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ നല്ലതായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ. വിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സ്വാതി, ഇതെൻ്റെ ഹസ്ബൻഡ് ഹരികൃഷ്ണൻ, മകൾ നൈക. ഞങ്ങൾ വരുന്നത് ദുബായിൽ നിന്നാണ്. സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായി ദുബായിലേക്ക് പോണ സമയത്ത് അന്ന് അച്ഛനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ദുബായിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, ആ കുഞ്ഞിനെയും കൊണ്ട് നീ സാക്ഷ്യം പറയാൻ വരുന്നു. അത് ഞാനങ്ങ് മറന്നു. പിന്നെ ഞാൻ 2024 ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ വന്നു, മെയ് മാസം. അന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 14, 2025 ഞാൻ അവിടെ വന്നു. അന്ന് ഞാൻ വന്നത് എൻ്റെ മാരേജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് വിവാഹം കഴിഞ്ഞ് എനിക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിരുന്നു. അങ്ങനെ അത് ഞാൻ ഓഗസ്റ്റ് 14 ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് ഞാനിവിടെ സാക്ഷ്യം ആൾത്താരിൽ പറഞ്ഞിരുന്നു. അതിന് മുന്നേ ഞാൻ ഒരു സാക്ഷ്യം ആൾത്താരിൽ പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 14 ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞായിരുന്നു, അമ്മേ, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടാവണമെന്ന്, അല്ലെങ്കിൽ നിനക്കും നിൻ്റെ മകനും നാണക്കേടാന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഉടമ്പടി പത്രം കിട്ടിയതിൽ ആദ്യത്തെ വചനം ഇതായിരുന്നു, അബ്രഹാത്തിന് ഈ കല്ലിൽ നിന്നും കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങ് ഈ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിൽ, അബ്രഹാത്തിന് ഈ കല്ലിൽ നിന്നും കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 25 മാരേജ് കഴിഞ്ഞു. സെപ്റ്റംബർ 8 അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിരുന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8 ഫസ്റ്റ് പീരീഡ്സായി. ഞാൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 8 ഭയങ്കര പനി. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്തായാലും ഒരു BTHC ചെയ്യട്ടെ, എന്നിട്ട് മതി ചെസ്റ്റ് എക്സ്റേ എടുക്കില്ലേ എന്ന് പറഞ്ഞു. BTHC ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ മാതാവ് എന്നോട് പറഞ്ഞിരുന്നു, നീ പ്രഗ്നൻ്റ് ആണെന്ന്. ഞാനത് വിശ്വസിച്ചില്ല.
ഞാൻ അപ്പോഴും തൈലം പരട്ടിക്കൊണ്ടിരുന്നു, ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കഴിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഫുള്ള് ഫൈബ്രോയിഡാണ് യൂട്രസിൽ. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് യൂട്രസിൽ ഏകദേശം 10 ഫൈബ്രോയിഡുകൾ ഉണ്ടായിരുന്നു, ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിൻ്റെ യൂട്രസ് എനിക്ക് തരുമോ ചോദിച്ചു. ഇനി അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി, മാതാവിൻ്റെ സ്തോത്രഗീതം ചൊല്ലാൻ തുടങ്ങി, അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 5ാമത്തെ ആഴ്ച ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊന്നും ആയിട്ടില്ല, ഒരു ചെറിയൊരു സാക്ക് മാത്രമേ കാണുന്നുള്ളൂ, കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഭയങ്കര വിഷമായി. ഞാൻ അന്ന് രാത്രി ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ദുബായിൽ വെച്ചിട്ട്. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു പേടിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സ്വപ്നത്തിൽ തോന്നിച്ചതാണ്. അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു വ്യക്തമായിട്ട്, ഒരു വെള്ളത്തിരി, ആ വെള്ളത്തിരിയിലൊരു പച്ചത്തിരിക്കുള്ളിൽ ഒരു നീലപ്രകാശം, ആ നീലപ്രകാശത്തിനുള്ളിൽ ഒരു കാശുരൂപം, ആ കാശുരൂപത്തിനുള്ളിൽ തുടിക്കുന്ന ഹാർട്ട്. ഉടൻ തന്നെ എനിക്ക് വിശ്വാസമായി അത് എൻ്റെ ഗർഭപാത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണെന്ന്. ഞാൻ ഉടൻ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ പോയി കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട് വലിയൊരു അനുഭവമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടാവുമെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് ചികിത്സയും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് പോയിരുന്നു. എന്നും തൈലം വെച്ച് പ്രാർത്ഥിക്കുക. അതിന് കോംപ്ലിക്കേഷനായിട്ട് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല, കുഞ്ഞിൻ്റെ തൂക്കക്കുറവുണ്ടായിരിക്കും, പ്രീ ടൈം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. മാതാവിൻ്റെ ജപമാല മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് മാതാവിൻ്റെ കുഞ്ഞാണെങ്കിൽ എനിക്ക് മെയ് മാസം ഡെലിവറി ചെയ്താൽ മതിയെന്ന്. കാരണം മെയ് മാസം മാതാവിൻ്റെ മാസമാണല്ലോ. എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് എനിക്ക് ജൂൺ 17-നാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കുന്നു, പ്രവർത്തനം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോ മാസത്തെ ചെക്കപ്പിന് പോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു. ജോലിയിൽ ഒരു തടസ്സമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, കൂടെ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസവത്തിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റ് വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. മെയ് 17-ാം തീയതി ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കണ്ടു. ഡോക്ടറെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ക്ലിനിക്കുകളിൽ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോവുക. ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ എമർജൻസി പെട്ടെന്നാവണം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിലേക്ക് വരണം, നമുക്ക് എന്തായാലും സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 35-ാമത്തെ ആഴ്ച ഡയറക്റ്റ് ഇൻ്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റൽ ദുബായിൽ ഞാൻ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് പരിചയമില്ല, ഒരാളെ അറിയത്തില്ല. അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയെ ലേബർ റൂമിൻ്റെ സ്റ്റാഫായി നിർത്തിയേക്കുന്നു. അത് എൻ്റെ കൂടെ സീനിയറായി പഠിച്ചിരുന്ന ഒരു നേഴ്സ് കുട്ടിയായിരുന്നു. അവളാണെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ അപ്പം തന്നെ അവർ സിസേറിയനെ കയറ്റി. കാരണം കുഞ്ഞ് ബ്രീച്ച് പൊസിഷനായിരുന്നു. കുഞ്ഞ് ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് ഫുൾ ഇരിക്കുകയായിരുന്നു. കുട്ടിക്ക് നീങ്ങാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കുഞ്ഞിന് വെയിറ്റ് കുറവുണ്ടായിരുന്നു. എനിക്ക് ഭയം ഉണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടാവില്ല, കുട്ടിയെ NICയിൽ വെക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അത്ഭുതകരമായി കുഞ്ഞ് ജനിച്ചപ്പോൾ 2.580 വെയിറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിനെ NICയിൽ വെക്കേണ്ട അവസ്ഥ വന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കുഴപ്പമില്ലാതെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു 48 അവേഴ്സ് കഴിഞ്ഞപ്പോൾ. ഈ പ്രഗ്നൻസിയിൽ മാതാവിൻ്റെ വലിയ സാമീപ്യം എനിക്കുണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു. ഫിനാൻഷ്യലായിട്ട് വിദേശത്ത് ഡെലിവറി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാതാവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എപ്പോഴും പത്രം കൊടുക്കുകയും ആഹാരം വെച്ച് കൊടുക്കുകയും മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുകയും പിന്നെ എല്ലാ ആഴ്ചയും വിശുദ്ധ കുർബാന ഈ പ്രഗ്നൻസി പീരീഡിൽ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഒരാഴ്ച പോലും മുടങ്ങിയിട്ടില്ല ഞങ്ങൾ. അതുപോലെ തന്നെ എല്ലാ മാസം വിശുദ്ധ കുർബാനയ്ക്ക് പൈസയും കൊടുത്തിരുന്നു. ആത്മീയമായിട്ട് അങ്ങനെ വളരാനും കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ കുഞ്ഞ് ജനിച്ചത്, ഞങ്ങളുടെ കഴിവിനാലല്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജോസഫ് അച്ഛനും പ്രത്യേകം നന്ദി പറഞ്ഞു. കാരണം അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ഫലിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്ന് അച്ഛൻ നടന്നു പോകുമ്പോൾ അച്ഛനോട് പറയുക ചെയ്ത് അച്ഛൻ ഒന്ന് ബ്ലെസ് ചെയ്യണമെന്ന്. പക്ഷേ അച്ഛൻ ബ്ലെസ് ചെയ്ത് പറഞ്ഞു നീ ഒരു കുഞ്ഞിനെ കൊണ്ടുവരും, സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ഇന്ന് ഇവിടെ നടന്നത്. അച്ഛനും നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു മദർ മേരി. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനമാണ്. ദൈവത്തിന് അസാധ്യങ്ങളൊന്നുമില്ല. സമയവും സാഹചര്യങ്ങളുമെല്ലാം
മനുഷ്യ പരിധികൾ ഉള്ളിലാണെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാനുഷികമായ സമയവും സാഹചര്യങ്ങളും ഒന്നും തടയുകയില്ല. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരടയാളമാണ്, ഒരു വിശ്വാസ ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ആ ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. നമ്മൾ അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നാം കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സ്വാതിയും ഹസ്ബൻഡ് ഹരികൃഷ്ണനും നമ്മളോട് പങ്കുവച്ചത്. ഈ മകള് കൃപാസനത്തിൽ പരിശുദ്ധമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ജോലിക്ക് പോകുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുവാനാണ് സ്വാതി ആദ്യമായി ഇവിടെ വന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് അവിടെ നിന്നപ്പോഴാണ് വഴിയിൽ വെച്ച് യാദൃശ്ചികമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും പെട്ടെന്ന് ഈ മകൾ ഓടിച്ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നിനക്ക് വിദേശ രാജ്യത്ത് വെച്ച് ഒരു കുഞ്ഞിനെ ലഭിക്കും, ആ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയണമെന്ന്. ആ വാക്കാണ് ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും അനുഗ്രഹത്താൽ കൃപയാൽ ആ കുഞ്ഞുമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈ മകൾ പറഞ്ഞ കാര്യം ഇതുപോലെയാണ്. വിവാഹം കഴിഞ്ഞ 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പലപ്പോഴും പലരെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു, കുത്തുവാക്കുകൾ, അത്ര പ്ലസൻ്റ് അല്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം വേദനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മകൾ ഉടമ്പടി എടുത്തതിന് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുകയാണ് പ്രാർത്ഥനയ്ക്ക്. അങ്ങനെയാണ് ഈ മകൾ ഒക്ടോബർ 8 പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കണ്ടുപിടിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ വിശ്വാസത്തോടെ നയിച്ചു. പിന്നീട് 5th വീക്കിൽ ചെക്കപ്പിന് പോയപ്പോൾ സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ കണ്ടപ്പോൾ വീണ്ടും യൂട്രസിനകത്ത് 10 ഫൈബ്രോയിഡാണ്. കുഞ്ഞിന് വളരുവാനായിട്ട് വളരെ റിസ്ക്കാണ്. ഡോക്ടേഴ്സ് ഡൗട്ട്ഫുള്ളാണ് പറഞ്ഞത്, കാരണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല. പക്ഷേ അവിടെയൊക്കെ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കൾ ദിവസങ്ങൾ നിൽക്കുകയാണ്. പിന്നീടാണ് ഈ മകളോട് അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, പേടിക്കേണ്ട മക്കളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സ്വപ്നത്തിൽ അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്: വെള്ള തിരിയിൽ ഒരു പച്ചത്തിരിയിൽ നീലപ്രകാശം, നീലപ്രകാശത്തിനുള്ളിൽ ഒരു കാശുരൂപം, ആ കാശുരൂപത്തിനുള്ളിൽ ഒരു ഹാർട്ട് ബീറ്റ്, ഒരു ഹൃദയം. അത് കണ്ടപ്പോഴും ആൾക്ക് മനസ്സിലായി, അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് ഈ അമ്മയും മകളും തമ്മിൽ, പരിശുദ്ധ അമ്മയും ഈ മകൾ സ്വാതിയും. അങ്ങനെ അമ്മ മാതാവ് ആ സ്വപ്നത്തിൽ കാണിച്ച അന്ന് തന്നെ, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ മകൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ഭൗതിക ബന്ധം മാത്രമല്ല, ഒരു ആത്മീയമായിട്ട് ബന്ധത്തിലാകുമ്പോൾ ഈശോയും അമ്മയും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ മകൾക്ക്. അങ്ങനെ ആ ഹൃദയം തുടിക്കുന്ന ആ സ്വപ്നം കണ്ടപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന്. അങ്ങനെ ആ ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് മനസ്സിലായി. എല്ലാം നല്ല രീതിയിൽ തന്നെ പോവുകയാണ്. ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. പിന്നീടാണ് പരിശുദ്ധ അമ്മയുടെ വണക്ക മാസത്തിൽ തന്നെ മെയ് 17 ഈ കുഞ്ഞ് വാവയ്ക്ക് ജന്മം നൽകാൻ സാധിച്ചത്. ഈ മകൾ നൈക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. 17 എന്ന ഡേറ്റ് നമുക്കറിയാം. പരിശുദ്ധ അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെപ്പോഴും 7 കണക്റ്റഡ് ആണ്. അങ്ങനെ ഈ മകളും പറയുന്നത് മെയ് മാസമാണ്, വണക്കം മാസം, അമ്മയുടെ മാസമാണ്. 17 തീയതിയാണ്, അതിൽ 7 ഉണ്ട്.
അമ്മ തന്ന കുഞ്ഞാണെന്നുള്ള ഒരു പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെയാണ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ നൈകയുമായിട്ട് അമ്മ സ്വാതിയും അച്ഛൻ ഹരികൃഷ്ണനും അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ദുബായിൽ നിന്ന്. ഇത് ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, കാരണം വെയിറ്റില്ലായിരുന്ന കുഞ്ഞായിരുന്നു. അത് ബർത്തിൻ്റെ സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റുണ്ട്. അത് ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കുഞ്ഞായിരുന്നു. അത് ഹാർട്ട് ബീറ്റാക്കി ദൈവം തന്നു. കുഞ്ഞിന് ആ യൂട്രസിനകത്ത് വളരാനുള്ള സ്ഥലമില്ല. 10 ഫൈബ്രോയിഡിൻ്റെ ഇടയിൽ വളർന്ന കുഞ്ഞാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണമുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവവുമായിട്ടാണ് നാം ബന്ധപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21-22 പറയുന്നതനുസരിച്ച് വിശ്വാസത്തോടെയാണ് ഉടമ്പടി മക്കൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മ കൂടെയുണ്ടെങ്കിൽ ഈശോ നമ്മളെല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് ആ ഉടമ്പടി ജീവിതത്തിലുള്ളത്. ഉടമ്പടി വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. വൈകിയാലും ദൈവം വാഗ്ദാനം നിറവേറ്റുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തോടാണ് നാം ഉടമ്പടി എടുക്കുന്നത്. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണ്. ആ ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാതിക്കും കുടുംബത്തിന് ലഭിച്ച ഈ കുഞ്ഞു ബാവ നൈകയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് രമ്യ. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 1/5/2025 അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി അമ്മയും ചേച്ചിയും ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അവർ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഉടമ്പടിയിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് രാവിലെ 5:30 എണീക്കാൻ ഇച്ചിരി മടിയായതുകൊണ്ടും എൻ്റെ മോള് ചെറുതായതുകൊണ്ടും ഒക്കെ ഞാൻ ആ സമയത്ത് വന്നില്ല. ഞാൻ 2-3 വട്ടം ഓൺലൈനായിട്ട് എൻ്റെ നിയോഗം സമർപ്പിച്ചിട്ട് ഞാൻ രാവിലെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഫാമിലിപരമായിട്ട് വലിയൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡായി. അത് ഭയങ്കരമായിട്ട് എന്നെ തളർത്തി. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ ചേച്ചി ട്രെയിനിൽ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഉടമ്പടി എടുക്കുക വേഗം പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ അവസാനമാണ്, ഏപ്രിൽ ഒരു 3rd വീക്കാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ തിരിച്ചു വരുന്നതും. അപ്പോൾ അതിനുശേഷം ചേച്ചി പറഞ്ഞു May 1 ഹോളിഡേ ആണ് ചേച്ചിക്ക്, അപ്പോൾ ഇങ്ങോട്ട് വരാം, എന്നിട്ട് ചേച്ചിക്ക് ഉടമ്പടി പുതുക്കാനുണ്ട്, എനിക്ക് പുതിയതായിട്ട് എടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ May 1 ഞാനും ചേച്ചിയും കൂടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസത്തിൽ, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഫസ്റ്റ് ഉടമ്പടിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുർബാനയൊക്കെ കൂടിക്കഴിഞ്ഞ് ചേച്ചിക്ക് പുതുക്കാനുള്ളതുകൊണ്ട് ചേച്ചി പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കയറ്റാൻ തുടങ്ങുമ്പോൾ അവിടെ പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ഓൾറെഡി മെൻ്റലി ഞാൻ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഫിസിക്കലിയും ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറയണമായിരുന്നു, അമ്മേ ഞാൻ എങ്ങനെയാണ് എനിക്ക് ഇത്രയും നേരമൊക്കെ നിൽക്കാൻ പറ്റുമോ എനിക്കറിയില്ല, എന്തോ ഒരു ക്ഷീണം പോലെ തോന്നുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേര് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പോകാം, അവിടെ നിൽക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു നിമിഷം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു എനർജി നിറയുന്ന കൂട്ട്, എന്തോ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ് എനിക്ക് പിന്നെ ആ ക്ഷീണമൊന്നുമില്ല. ഞാനിങ്ങനെ ആരും എന്നെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോണ കൂട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ സ്റ്റെപ്പൊക്കെ ഓടി കയറുമായിരുന്നു. ക്ലാസ്സിൽ പോയി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ജോമോൾ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറക്കമൊന്നും എനിക്ക് വന്നില്ല. നന്നായിട്ട് ഞാൻ കേട്ടിരുന്നു, ശ്രദ്ധയോട് പൂർവ്വം ഇതായിട്ട് കേട്ടിരുന്നു. താഴെ വന്നു, പ്രദർശനത്തിൻ്റെ അവിടെ പോയി ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മളെ മേലെ കയറ്റുമല്ലോ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ആ സമയത്ത് കയറ്റിന് മുന്നേ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, മാതാവേ എനിക്ക് മാതാവിനെ ഇന്ന് പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലുടനീളം മാതാവിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇനി കിട്ടിയില്ലെങ്കിലോ, അത് പിന്നെ ഒരു വിഷമം വേണ്ട, ഞാൻ മാതാവേ ഞാൻ ചുമ്മാ പറഞ്ഞാണ്, കുഴപ്പമില്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറി അവിടെ നന്നായിട്ട് പാടി സ്തുതിച്ചു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്താണ് ആദ്യം ടോക്കൺ നീട്ടിയത്. ഞാൻ ഒന്നെടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കൈ നോക്കുമ്പോൾ അതിൽ കയ്യിൽ മാതാവായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇവിടം വരെയും ഞാൻ മാതാവിനെയും കൊണ്ട് വന്നു, പ്രദക്ഷിണത്തിൽ വന്നു. അപ്പോൾ എനിക്കറിയില്ല എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്താണ് എനിക്കുണ്ടായിരുന്ന ഇമോഷൻ എനിക്കിപ്പോഴും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല.
അങ്ങനെ നിയോഗം സമർപ്പിച്ചു, വീട്ടിൽ പോയി. പക്ഷേ ഡേ 1 തൊട്ട് ഞാൻ 5:30 എണീക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥന കൂടാനോ ധ്യാനം കൂടാനോ അങ്ങനെ ഒന്നിനും എനിക്കൊരു മടി ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ് എനിക്കിതൊക്കെ ചെയ്യാനും. അതുപോലെ തന്നെ പത്രമാണെങ്കിലും എനിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഒരു മടി ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പള്ളിയുടെ പരിസരത്തായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു പള്ളിയുടെ പരിസരത്ത് കുറച്ച് നാൾ അതും ഞാൻ കയ്യിൽ കൊടുക്കുകയുള്ളൂ, അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് പോകാറില്ലായിരുന്നു. അത് കുറച്ച് നാൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നാൻ തുടങ്ങി അതെല്ലാം ഞാൻ ചെയ്യേണ്ടത് അച്ഛൻ പറയുന്ന കൂട്ട് തന്നെ നമ്മൾ റോഡിലിറങ്ങി അറിയാത്തവർ അറിയിക്കണം, അതാണ് ചെയ്യേണ്ടത്. പിന്നെ തൊട്ട് ഞാൻ റോഡിലിറങ്ങി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഞാൻ 6 നിയോഗങ്ങളുണ്ടല്ലോ, അതിൽ 5 നമ്മൾ എഴുതുന്നത്, ബാക്കി നമ്മൾ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കുകയുള്ളൂ ചെയ്യുന്നത് 6ാമത്തത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലൊരു ജോലിയുടെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു കോൺട്രാക്ട് ജോലിയുടെ കാര്യം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി 1 വർഷം മുന്നേ തൊട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ മെറിറ്റ് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ ആദ്യം കിടക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറി പെട്ടവരുണ്ട്, എല്ലാ കാറ്റഗറി പെട്ടവരും ഉണ്ട്. അപ്പോൾ അവിടെ കുസാറ്റിലെ കോൺട്രാക്ട് ജോലിയാണ്. അപ്പോൾ അവിടെ എടുക്കുന്നത് റൊട്ടേഷൻ വൈസാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല, അത് വേറൊരു കാറ്റഗറിക്കാർക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഗസ്റ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1 വർഷം ബ്രേക്ക് എടുക്കാം, ഏറ്റവും മെൻ്റലി ഓക്കെ അല്ലാത്തതുകൊണ്ട് 1 വർഷം ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വർഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മെറിറ്റിലൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുത്തെ ഒരു സാറിൻ്റെ അടുത്തുനിന്ന് കോള് വരികയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടാനൊരു സാധ്യതയില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് മാതാവ് ആദ്യം തന്നെ തന്നത്. അതിൻ്റെ ഒരു അടയാളമായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓൺ കോൺട്രാക്റ്റിലാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ ഓഷനോഗ്രഫിയിൽ. അപ്പോൾ അതിൻ്റെ അടയാളമായിട്ട് എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ആ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പലുണ്ട്. അപ്പോൾ ആ ചാപ്പലിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കടക്കാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത് അതിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാതാവിൻ്റെ പുറകിലുള്ള ഈ ഒരു തിരമാല പോലെ അങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടും എനിക്ക് ഉറപ്പായി, അത് രണ്ടിലൂടെ എനിക്ക് ഉറപ്പായി ഇത് മാതാവ് തന്നതാണെന്ന്. പിന്നെ അതാണ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് മാതാവ് എൻ്റെ മനസ്സിൽ കുറച്ച് ഒരു മഴ പെയ്ച്ചത് അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ രണ്ടാമത്തെ നിയോഗമായിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. ആദ്യത്തേത് ഞാൻ എൻ്റെ ഈ ഫാമിലി ഇഷ്യൂ ആയിരുന്നു, പക്ഷെ അതൊരു 1.5 മാസം കൊണ്ട് തന്നെ സോൾവ് ആയി എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച വേറൊരു കാര്യം, എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ. അപ്പോൾ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാനൊന്നും ആലോചിക്കാതെ എടുത്തു. പക്ഷേ അതിന് ശേഷം എനിക്ക് ആ സ്കൂൾ മാറ്റണം എന്ന് തോന്നി. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷേ ഡൊണേഷൻ എമൗണ്ട് മൊത്തം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഞാൻ ഉടമ്പടി എടുത്ത സെക്കൻഡ് വീക്കാണ് ഇത് സംഭവിക്കണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ എങ്ങനെ പോയി ചോദിക്കും അവരോട് എന്നൊക്കെ ഓർത്ത്. അപ്പോൾ 2-3 വട്ടം അവർ എൻ്റെ അടുത്ത് ഞാൻ അവിടെ പോയി അന്വേഷിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടാണ് ഇട്ട് വിശ്വാസപ്രയോഗം പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ ആ ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം അവർ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച് കുറച്ച് എമൗണ്ടൊക്കെ മാറ്റിയിട്ടായിരിക്കും അവർ തരുള്ളൂ എന്ന്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ മൊത്തം എമൗണ്ടും അവർ തന്നു. ഒരു ദേഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എനിക്ക് ആ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ആദ്യത്തെ ഉടമ്പടി വസ്തു വെച്ച് കിട്ടിയ പ്രയോഗം വെച്ച് കിട്ടിയ ഒരു അനുഗ്രഹം. പിന്നെ അതിന് ശേഷം പിന്നെ എൻ്റെ അങ്ങനെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നം സോൾവായി. പിന്നെ അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ ഒരു 5ാമത്തെ നിയോഗമായിട്ട് 5 നിയോഗങ്ങൾ ഞാൻ എന്ത് എഴുതണമെന്ന് കൺഫ്യൂഷനായിരുന്നു. 3 എനിക്കറിയായിരുന്നു എന്താ എഴുതേണ്ടത്, 2 എനിക്ക് അങ്ങനെ അറിയില്ല എന്ത് എഴുതണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 5ാമത്തെ ആയിട്ട് ഞാൻ വെച്ചത് എൻ്റെ സ്വന്തം പേരിലൊരു വീടെന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ വെച്ചതാണ്. എനിക്ക് വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇപ്പോഴത്തെ വീട്ടിൽ കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് വേണം എന്നുണ്ടായിരുന്നു, വേറൊരു സ്ഥലത്തേക്ക് പുതിയൊരു പ്ലേസിലേക്ക് ഒരു വീട് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെച്ചു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. കാരണം നമ്മളെക്കാളും വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് പേരുള്ളപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാനൊന്നും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് മോശമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർഷം ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് OLX ഒന്ന് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഞാൻ OLX സെർച്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു വിത്തിൻ ഒരു മന്ത് കൊണ്ടിട്ട് എനിക്കൊരു വീട് റെഡിയായി. ഞാൻ കുറേ വീടുകൾ പോയി കണ്ടു. അതും എൻ്റെ ബഡ്ജറ്റിന് നിന്ന് കുറച്ച് കൂടുതലാണ് എനിക്കിപ്പോൾ കിട്ടിയ വീട്.
എനിക്ക് ഹൗസിംഗ് ലോൺ എടുക്കാൻ കുറച്ച് പേടിയായിരുന്നു, കാരണം എനിക്ക് സ്ഥിര ജോലി ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യും, എനിക്ക് വീട് നോക്കാനും തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ രാവിലെ വെളുപ്പിനെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇത് ഓർത്താണ് കിടക്കുന്നത്. അപ്പോൾ വെളുപ്പിനെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ആരോ തോന്നിപ്പിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഹൗസിംഗ് ലോൺ എടുക്കണേന്ന്. അങ്ങനെ ഇപ്പോൾ ഗോൾഡിന് നല്ല പൈസ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടി പോയി. അത് എനിക്ക് തോന്നണം ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഗോൾഡ് ലോൺ ശരിയായി. കുറച്ച് ഗോൾഡ് ഞാൻ വിൽക്കേണ്ടിയും വന്നു. പക്ഷേ ഈ മെയ് 7 എനിക്ക് ഒരു പുതിയ ഭവനം, അതായത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ വീട് പോയി കണ്ടു, എഗ്രിമെൻ്റ് വെച്ചു. എഗ്രിമെൻ്റ് ഒരു 24th ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ 24 എന്ന് പറഞ്ഞ ഒരു തീയതി ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല. ഞാൻ മാർച്ച് 24 നോക്കിയപ്പോൾ അതൊരു ചൊവ്വാഴ്ചയാണ്, ഏപ്രിലും ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ PSC ഒക്കെ എഴുതാറുണ്ട്, ഇനി അതിൻ്റെ വല്ലതും ആണോ എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഭവനത്തിൻ്റെ രീതിയിലാണ് എനിക്കത് മാതാവ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അങ്ങനെ ഏപ്രിൽ 24 എഗ്രിമെൻ്റ് ചെയ്തു. എഗ്രിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ഈ വീട്ടിൽ കൊടുക്കേണ്ടി വന്നു. കാരണം ഈ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നു. അപ്പോൾ അത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയും തന്നെ രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന് ശേഷം എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു, ഇത് തന്നെയാണോ എൻ്റെ വീട്, ഞാൻ ഉദ്ദേശിച്ച വീട് ഇത് തന്നെയാണോ, ഈ വിലയ്ക്ക് ഇത് ഇത്രയും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ തോന്നി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ വീട് ഇത്രയും രൂപയും കൊടുത്ത് നമുക്കൊരു സന്തോഷം കിട്ടുള്ളല്ലോ, മാതാവ് എന്ത് ചെയ്യും, മാതാവ് തന്ന വീടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാലും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും സന്തോഷം വേണം, കാരണം സന്തോഷമില്ലാതെ നമ്മളെങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റണേ. അങ്ങനെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ജപമാല ചൊല്ലിയാണ് ഞാൻ എഗ്രിമെൻ്റ് സമയത്ത് പോകുന്നതും. എഗ്രിമെൻ്റ് സമയത്ത് പോയപ്പോഴും ഞാൻ അവിടെ എന്തെങ്കിലും അടയാളം കാണുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ആധാരം ഓഫീസിൻ്റെ ചുറ്റിനും നോക്കി. പക്ഷേ എനിക്കൊരു അടയാളവും കിട്ടിയില്ല. ആകെ ഒരു മരിയ ടൈലറിങ്ങിന് മാത്രം ഞാൻ കണ്ടു, മരിയ ടൈലറിങ്. പിന്നെ ഞാൻ അത് വെച്ച് ആശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഈ രജിസ്ട്രേഷൻ മെയ് 7 അപ്പോൾ ഈ 7 എന്ന് പറഞ്ഞ ഡേറ്റും ഞാൻ കൊടുത്തതല്ല. അതായത് അദ്ദേഹം ഓണറെ എൻ്റെ അടുത്ത് ബുധനാഴ്ച നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബുധനാഴ്ച വേണ്ട, കുറച്ചും കൂടെ പണികൾ തീരാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടനോട് ബുധനാഴ്ച വേണ്ട, വ്യാഴാഴ്ച പറയുന്നു, ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കുമ്പോഴാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് മെയ് 7 മനസ്സിലായത്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോട് കണക്റ്റായി നിൽക്കുന്ന ഒരു സംഖ്യയാണല്ലോ. അങ്ങനെ അതിനുശേഷം ഞാൻ ഈ ആധാരം എഗ്രിമെൻ്റ് കഴിഞ്ഞു. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് പോകുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിയൊക്കെ പോകുന്നത്, കാരണം ഞാൻ ഹാപ്പിയല്ല, ആ വീട് എൻ്റെ ആണോ, ഞാൻ വാങ്ങുന്നുണ്ട് പക്ഷേ എനിക്കതിലൊരു ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി. രജിസ്ട്രേഷൻ്റെ സമയത്ത് ആധാരം ഓഫീസിലേക്ക് ജസ്റ്റ് കടന്നപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ഒരു വോളിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം, ഗ്ലാസ്സിലുള്ളൊരു രൂപം ഞാൻ കണ്ടു. അത്രയും ദിവസങ്ങളിൽ ഞാൻ പോയിട്ടും അവിടെ കാണാത്തൊരു രൂപമാണ് ഞാൻ അന്ന് കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, കാരണം അത് രണ്ടാമത്തെ അടയാളമായിട്ട് തോന്നി. 7 എന്ന് പറഞ്ഞ സംഖ്യ ആദ്യത്തെ അടയാളമാണ്. അതിനുശേഷം ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും കൂടെ സന്തോഷമായി. ഓക്കെ, ഇത് മാതാവ് തന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചു. സൈൻ ചെയ്തു, രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഓണർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാം. അപ്പോൾ ഓണർ പറഞ്ഞു 2-3 വട്ടം ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടു, അപ്പോൾ കൃപാസനത്തിൽ പോവാറുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാറുണ്ട് ചേട്ടാ. അപ്പോൾ എത്ര വർഷമായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1 വർഷമായിട്ടേ ഉള്ളൂ, മെയ് 1 വന്നപ്പോൾ 1 വർഷമാണ് എന്ന് പറഞ്ഞു. ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 22 വർഷമായിട്ട് കൃപാസനത്തിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ്, അതായത് ചേട്ടൻ്റെ വൈഫാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഇത് തന്നു. ഞാൻ സന്തോഷിച്ചു പോയി. കാരണം ഞാൻ വീട് വേണ്ട ഇതിൽ നിന്ന് എങ്ങനെ എങ്ങനെ പിന്മാറും, ഇത്രയും രൂപ കൊടുത്തു പോയതാണല്ലോ, ഇല്ലെങ്കിൽ എനിക്ക് പിന്മാറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന ഞാൻ ഇത്രയും അടയാളങ്ങൾ എനിക്ക് മാതാവ് കാണിച്ചു തന്നു, ഇത് നിനക്കായിട്ട് ഞാൻ തന്ന വീടാണെന്ന്. മാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഫ്രണ്ട് വശം മൊത്തം ഗ്രേ കളർ ടൈലാണ്. ഉള്ളിലേക്ക് കിടന്ന ബ്ലൂയിഷും ഗ്രീനിഷും ഷെയ്ഡാണ് ഈ വീട്ടിലുള്ളത്. ടൈലിനൊക്കെ ബ്ലൂയിഷ് ഷെയ്ഡാണ്. പിന്നെ കിച്ചൻ്റെ കബേർഡൊക്കെ ഗ്രീനിഷ് ഷെയ്ഡാണ്. അത് മാത്രമല്ല ആ ചേട്ടൻ അന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ കാശുരൂപവും അതുപോലെ തന്നെ കുരിശും സ്ഥാപിച്ചാണ് ഈ വീട്, പല മുക്കുകളിലും സ്ഥാപിച്ചാണ് ഞാൻ ഈ വീട് വെച്ചിരിക്കണേന്ന് പറഞ്ഞു.
അപ്പോൾ അത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അതായത് ടൈം ഷോർട്ടനിങ്ങിലൂടെയാണ് എനിക്കിത് കിട്ടിയത്. കാരണം ഞാൻ 1.5 മാസം എടുത്തുള്ളൂ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പിന്ന് ഞാൻ തൃപ്പൂണിത്തുറ വലിയകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് വാങ്ങിയത്. ഇവിടുത്തെ പിന്നെന്ന് പറയുന്നത് 682307 ആണ്. എഗെയിൻ ഞാനിത് പിന്നീടാണ് ചിന്തിക്കണം, 07 ആണല്ലോ പിന്ന്, അതും അതിൻ്റെ ഒരു അടയാളമല്ലേ. അപ്പോൾ അങ്ങനെ, അതായത് കഴിഞ്ഞ വർഷം ഞാൻ ഭയങ്കര ദുഃഖിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. അത്രയും വിഷമത്തിലായിരുന്നു, ഒട്ടും മെൻ്റലി ഓക്കെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെയോ കോളം തേക്കാൻ വേണ്ടി വെച്ചൊരു കാര്യമാണ്. പക്ഷേ അത് ഇന്ന് മാതാവ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനറിയാം നമുക്ക് വേണ്ടത് എന്താണെന്ന്. ഞാൻ വിചാരിച്ചു എനിക്കൊരു പെർമനൻറ്റ് ജോലിയാണ് വേണ്ടതെന്ന്. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കോൺട്രാക്ട് ജോലി 3 വർഷത്തേന് നല്ല സാലറി ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്, എനിക്കൊന്നും ആലോചിക്കേണ്ട. അത് തന്നാണ് മാതാവ് ആദ്യം എന്നെ ഉയർത്തിയത്. അതിനുശേഷം പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളിലും മാതാവിനെ ലീഡ് ചെയ്തു എന്നുള്ളതാണ്. ഈശോയുടെ കൃപ കൊണ്ടാണത് ലീഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഇവിടം വരെ എത്തിച്ചു. എനിക്ക് കോടാനുകോടി എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് സംഖ്യ പറയാൻ പറ്റില്ല, അത്രയും അധികം നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടി ഉടനെ തന്നെ ഞാൻ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ധ്യാനം മിക്കപ്പോഴും ഞാനിവിടെ നേരിട്ട് വന്നാണ് കൂടാറുള്ളത്. കാരണം എനിക്ക് അവിടെ നിന്ന് ഒരു 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 7 മണിയാകുമ്പോൾ എത്തും. അപ്പം നേരിട്ട് വന്ന് കൂടുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകം അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരിട്ട് കൂടാത്ത സമയത്ത് ഞാനത് നന്നായിട്ടിരുന്ന് കേട്ടുകൂടി അത് അപ്പം തന്നെ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്, ഇടുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാതാവിൻ്റെ കാര്യങ്ങളായിരിക്കും ഞാൻ വീഡിയോയിൽ കൂടുതൽ കാണുന്നത്. എവിടെയെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിച്ച കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് മെജുഗോറി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ മിഷണറീസിൻ്റെ അടുത്ത് ഇപ്പോഴും അമ്മ ഒരു വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയും, ലോകത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതിൽ മിഷണറിയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞത് മാതാവ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ദൈവസ്നേഹം ഇല്ലാത്ത മക്കളെ ഓർത്തിട്ടാണെന്നാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ എന്നാണോ ആ വീഡിയോ കണ്ടത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഡെയിലി ബ്രെഡിലായിക്കൊള്ളട്ടെ, സന്ധ്യാപ്രാർത്ഥനയിലായിക്കൊള്ളട്ടെ, ധ്യാനത്തിലായിക്കൊള്ളട്ടെ, ഞാൻ ദൈവസ്നേഹം ഇല്ലാതെ അലയുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടും, പിന്നെ കൃപാസനത്തിൽ കല്ലെറിയാൻ നിൽക്കുന്ന മക്കളും ഉണ്ടല്ലോ, അറിയാതെ ഇരിക്കും അവരിത് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്ത് ഒരു 2ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കാലിലൊരു മുഴ കണ്ടു. അപ്പോൾ മുഴ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഹോസ്പിറ്റലൊന്നും പോകാൻ തോന്നിയില്ല, പാദത്തിലാണ്. കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും പോയില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 3 വട്ടം രാത്രി ചൊല്ലിയിട്ട് നമുക്ക് തൈലം പൂശി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തിരിയും കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതായത് ആ കാശുരൂപത്തിൻ്റെ ഒപ്പം നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥന കിട്ടും, അതാണ് ചൊല്ലുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലും, പിന്നെ സ്വർഗസ്ഥനായി നന്മ പറഞ്ഞ മറിയമേ, അങ്ങനെ 3 വട്ടം ചൊല്ലി തൈലം പൂശുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഇടത്തെ കാലിലും ഒരു മുഴ, പാദത്തിൻ്റെ അവിടെ തന്നെ. പക്ഷെ മറ്റതുപോലെയല്ല, ഇത് കുറച്ചും കൂടെ കാണുന്ന രീതിയിലുള്ള മുഴയാണ്. അപ്പോൾ ഒരു തടിപ്പ് പോലെയാണത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി, ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഒക്ടോബറിൽ ജപമാല റാലി ഉണ്ടല്ലോ അമ്മേ, ഞാനപ്പോൾ ആ റാലി പങ്കെടുത്തതിന് ശേഷം ഞാൻ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അത് കൂടിക്കഴിയുമ്പോൾ എൻ്റെ ഇത് മാറണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റാലി കൂടി. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നു, അവൾ ഒട്ടും നടന്നില്ല, 5 വയസ്സുണ്ട്. നടക്കാത്തതുകൊണ്ട് ഇവളെ എടുത്ത് നടന്നുകൊണ്ട് ഞാൻ പകുതി ദൂരം പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ അവശയായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ കയറേണ്ടി വന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 2ാമത്തെ ദിവസം പിറ്റേ ദിവസം ഞാൻ രാത്രി തൈലം പൂശാൻ വേണ്ടി നോക്കുമ്പോൾ, പ്രാർത്ഥിച്ചിട്ട് തൈലം പൂശാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ്, ഞാൻ ഏറ്റവും ഭയപ്പെട്ട ഏത് മുഴയാണോ അത് അമ്മ മാറ്റി തന്നു, മറ്റത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ വർഷത്തെയും കൂടെ ജപമാല റാലി പങ്കെടുത്ത് കഴിയുമ്പോൾ അതെനിക്ക് എൻ്റെ പോകും എന്നാണ്. അതാണ് ഒരു കാര്യം. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡും പിന്നെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു വിമല ഹൃദയം എന്ന് പറഞ്ഞൊരു ഓർഫനേജ് ഉണ്ട് മട്ടാഞ്ചേരിയിൽ. അവിടെ പോകാറുണ്ട്. അവിടെ പോയിട്ട് ആ മക്കൾക്ക് വേണ്ട പാഡ്, സാനിറ്ററി പാഡ്, പിന്നെ അതുപോലെ തന്നെ ഡയപ്പർ, അങ്ങനത്തെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പൈസയായിട്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ വഴിയോരത്തിരിക്കുന്ന കാണുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. പൈസ കൈ നീട്ടുന്നവരോട് അവർക്ക് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. അത് ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ അത് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ
പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ച ആദ്യം പള്ളികളിലായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പള്ളികളിലല്ലാതെ റോഡിലൂടെ നടന്ന്, എനിക്ക് ബ്രേക്ക് ഇടുന്ന ടൈമിൽ ഞാൻ റോഡിലൂടെ നടന്ന് ആ പത്രം തീരുന്ന എവിടെയാണോ അവിടെ വെച്ച് ഞാൻ തിരിച്ചു പോരും. അങ്ങനെയാണ്. പിന്നെ പള്ളി ഇരിക്കുന്ന പത്രങ്ങളും ഞാൻ ഒരിക്കലും അവിടെ ഇട്ടിട്ട് പോരാറില്ല, അതെടുത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അഖണ്ഡ ജപമാല റാലി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ, പക്ഷേ അതിൻ്റെ ബാക്കി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഫൈനാൻസ് ഹോളിൽ നിന്ന് ഞാൻ വല്ലാർപാടം വരെ നടന്ന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അതെനിക്കറിയില്ല എത്രത്തോളം ആയി എന്ന്. പക്ഷെ ആ നടക്കുന്ന വഴിയിൽ എനിക്ക് ഒരു തുണ്ട് മഞ്ഞ കളറിലായിട്ട് കൃപാസന പത്രം കിട്ടി. അങ്ങനെയാണ് ഞാൻ എല്ലാം ഇങ്ങനെ ഒരു തുണ്ടായിട്ട് കിട്ടുന്ന പേപ്പർ പോലും കൃപാസനത്തിൻ്റെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മേനെ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന കൂട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അഴുക്കും ഉമിനീരും ഒക്കെ പറ്റിപ്പിടിച്ച പത്രങ്ങളും പേജുകളും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് വഴിയോരത്ത്. അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് കിടക്കുന്ന പത്രങ്ങളാണെങ്കിലും ഞാൻ അത് മാക്സിമം നടന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ചിലപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടുന്ന പത്രം ഇടപ്പള്ളിയിൽ നിന്ന് തോന്നുമ്പോൾ ഞാൻ ഇടപ്പള്ളി പള്ളിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് നടന്ന് അത് കൊടുത്തിട്ട് പോരും. ഒരു വട്ടം എനിക്ക് കലൂരിൽ നിന്നാണെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ കലൂരിൽ ഇറങ്ങി ആ പള്ളിയിൽ പ്രാർത്ഥിച്ച് അവിടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ആ പത്രം ഞാൻ തിരിച്ച് നടന്ന് റോട്ടിൽ അത് കൊടുത്ത് തീർത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോരാറുള്ളൂ. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പോയി പിന്നെ എനിക്ക് ഒരു ഒറ്റപ്പെടൽ പോലെ അടുത്ത് നമ്മുടെ കൂടെ ചേച്ചിയും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഉള്ള കൂട്ട് തന്നെയാണ്. അമ്മയുടെ അടുത്തും ഈശോയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ വല്ലാത്തൊരു പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ദേഷ്യം, എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ പുറത്തൊന്നും അത് കാണിക്കില്ല, വീട്ടിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരുപാട് കുറഞ്ഞു, എന്നാലും കുറയാനുണ്ട്, കുറച്ചും കൂടെയൊക്കെ കുറയാനുണ്ട്. പിന്നെ അത്രയൊക്കെ. അപ്പം രാവിലെ ഡെയിലി ബ്രെഡ് കൂടും. സന്ധ്യാപ്രാർത്ഥന ഞാൻ സന്ധ്യയ്ക്കല്ല ചൊല്ലുന്നത്, ഞാൻ സമാധാനമായിട്ട് രാത്രിയാണ് ചൊല്ലുന്നത്. ജപമാല എല്ലാ ദിവസവും ചൊല്ലും. ജപമാല നിയോഗങ്ങൾ ഓരോ ദിവ്യരഹസ്യത്തിനും എൻ്റെ മനസ്സിൽ വന്ന നിയോഗങ്ങൾ സമർപ്പിച്ചാണ് ചൊല്ലണത്. ആദ്യത്തെ നിയോഗം ഞാൻ എപ്പോഴും ജോസഫ് അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചിട്ടാണ് ഞാനൊരു ജപമാല തുടങ്ങാറുള്ളൂ. പിന്നെ ഉള്ളത് എല്ലാം എൻ്റെ മനസ്സിൽ തോന്നണ ആരാണോ അപ്പം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജപമാല പിന്നെ ബൈബിൾ വായന ആദ്യമൊക്കെ അരമണിക്കൂർ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കും ഞാൻ ചെയ്യുന്ന ശരിയല്ല, ഇത് റെക്ടിഫൈ ചെയ്യാനുണ്ടെന്ന് തോന്നും. അങ്ങനെ ഞാൻ ബൈബിൾ ഇപ്പോൾ അരമണിക്കൂർ കൃത്യമായിട്ട് വായിക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള വചനങ്ങൾ അതെല്ലാ ദിവസവും ആ വചനങ്ങൾ ഒരു 5 വചനങ്ങളുണ്ട്, അതെല്ലാ ദിവസവും എഴുതിയിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. എനിക്കൊരു കുറ്റബോധമാണ് ഇത് ചെയ്യാതെ കിടന്നാൽ. അതുകൊണ്ട് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ചില 1-2 ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒന്ന് മുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല, ധ്യാനവും കൂടെ. അപ്പോൾ എല്ലാം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:15 വചനമാണ്. പരിശുദ്ധ അമ്മ ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷമായത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന അക്കം വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൾക്ക് ഒരു ഒരു കൺഫേമായി ഇത് അമ്മയുടെ സാന്നിധ്യമുണ്ട്, ഇതെനിക്ക് അമ്മ തന്നെ തന്ന ഒരു സെലക്ഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും പിന്നീട് ആ വീട് തന്നെ ആ കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് ഇറ്റ്സെൽഫ് അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. കാരണം ഗ്രേ കളറിലും ലൈറ്റ് ബ്ലൂ കളറും ലൈറ്റ് ഗ്രീൻ കളറും ഒക്കെ ആയിരുന്നു ഇൻസൈഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മൾക്ക് കൺഫേമായി ഇത് അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന്. ഉടമ്പടി മക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും നോക്കുന്നതും ആ സെർച്ച് ചെയ്യുന്നതൊക്കെ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ തന്നതാണോ, അമ്മയുടെ ഹിതമാണോ, അതോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിക്കുന്നതാണോ എന്നറിയാനായിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് കൃപാസനം അമ്മ നമ്മയോട് ചേർന്ന് നിന്ന് കാണിച്ചു തരികയാണ്. അതേ മോളെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അമ്മയുടെ ആ സാന്നിധ്യം. ഈ മോള് പറയുകയുണ്ടായി, ഞാൻ വഴിയിൽ പത്രങ്ങൾ കൊടുക്കുന്ന നടന്ന് വഴിയിൽ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഒരു ചെറിയ തുണ്ട് സാക്ഷ്യ പേപ്പർ, അതായത് കൃപാസന പേപ്പർ കണ്ടാൽ പോലും ഞാനത് എടുത്തു നോക്കും. കാരണം അമ്മയെ വഴിയിട്ടിട്ട് പോകില്ല എന്നാണ്. അതാണ് ആ മകളുടെ സ്നേഹം. പരിശുദ്ധ അമ്മയോടും ഉള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ മാത്രമല്ല, ആ വഴിയെ കിടക്കുന്ന ഒരു പത്രപേപ്പറും പല പള്ളികളിൽ ചെല്ലുമ്പോഴും പത്രപേപ്പർ നമ്മളൊരു ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ എവിടെയൊക്കെയോ വെച്ചിട്ട് പോകും. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചുമക്കൾ, അക്രൈസ്തവയായ ഈ മകള് ഓരോ പള്ളികളിൽ ചെല്ലുമ്പോഴും ആ പള്ളിയിൽ ഇരിക്കുന്ന ആ കൃപാസനം പത്രം എടുത്ത് വഴിസൈഡിൽ കൊണ്ടുപോയിട്ട് അറിയാത്തവരെ അറിയിക്കുമെന്നാണ് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ.
ആ ആഗ്രഹമാണ്. കൃപാസനത്തിൻ്റെ അമ്മയെപ്പറ്റി അറിഞ്ഞ നാൾ മുതൽ ആദ്യമൊക്കെ ഒരിച്ചിരി പുറകോട്ടായിരുന്നു. പക്ഷെങ്കിൽ അറിഞ്ഞപ്പോൾ വളരെ തീഷ്ണതയോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഒരു തുണ്ട് പേപ്പർ പോലും കിട്ടിയാൽ അതെടുക്കുമെന്നാണ്. കാരണം അമ്മയെ വഴിയെ ഇട്ടിട്ട് പോകില്ല എന്ന ആ വാക്കാണ് രമ്യ ഇവിടെ പറയുന്നത്. പിന്നീട് പറഞ്ഞത് അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവസ്നേഹമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. അതും ഒരു മിഷൻ പോലെയാണ്. ദൈവസ്നേഹമില്ലാത്ത മക്കൾ അത് ആരായിരിക്കാം? ഒരു പക്ഷേ നാം ഓരോരുത്തരുമായിരിക്കാം. നാം ഓരോരുത്തരും ഒരു വലിയൊരു ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് രമ്യ അത് എടുത്തിരിക്കുന്നത്. ഉടമ്പടിയുടെ ഭാഗമായിട്ട് പത്രമെടുക്കുകയും പള്ളികളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സ്നേഹമില്ലാതെ ഇട്ടിട്ട് പോകുന്ന പത്രം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അത് കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് എടുക്കുകയും തുപ്പിയതായാലും ചവിട്ടിയതായാലും അത് പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള ആ സ്നേഹം, അമ്മയോടുള്ള ആ സ്നേഹം, അതും വളരെ പ്രാധാന്യമാണ്. കാരണം എന്ന് വെച്ചാൽ രമ്യ ഒരു ക്രൈസ്തവ മകളാണ്. ആ മകൾക്ക് അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള, അറിയാത്തവരെ അറിയിക്കാനുള്ള ആ തീഷ്ണത ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യുവാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിലും അനർത്ഥകാലത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മെ മോചിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അടുത്തറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നീ എന്നെ മഹത്വപ്പെടുത്തുമെന്നുള്ള സങ്കീർത്തനം 50:15 എന്ന വചനം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ അവസരവും പാഴാക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റുവാനും ഈശോയും അമ്മയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും രമ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ മകൾ പറഞ്ഞത് സുഗന്ധാഭിഷേകത്തെപ്പറ്റി പറഞ്ഞിരുന്നു, സഞ്ചാരി മാതാവിനെ പറ്റിയും ഒക്കെ അനുഭവം ഉണ്ടായി. ഇതൊക്കെ പറ്റുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. തിരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുന്നത് സുഗന്ധാഭിഷേകത്തിലൊക്കെ ഈശ്വരൻ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു വലിയ കൃപയാണ്. ആ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളിൽ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.